ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. പിള്ളേരെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്രമായിട്ട് കുറച്ച് ദിവസങ്ങൾ. എല്ലാ കൊല്ലവും ഇതൊരു പതിവുള്ളതാണ് കേട്ടോ. മാർച്ച് മാസത്തിലാണ് പരമാവധി ഇത് പോകാൻ ശ്രമിക്കാറ്. ഏപ്രിൽ മെയ് ആയിക്കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് അതും ഇതൊക്കെ ആയിട്ട് തിരക്കുകളാവും. അപ്പം അതുകൊണ്ട് തന്നെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ അത്യാവശ്യം പാക്കൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഒരു 4 മണി 4:30 ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 6:30 ആകുമ്പോഴേക്കും നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ഏകദേശം കോതമംഗലമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ മാർബസേലിയോസ് പോളിടെക്നിക് കോളേജിന് മുമ്പിൽ ഒരു യൂസിഫിക്കാൻ്റെ തട്ടുകട എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ടോ. പുറത്തുനിന്ന് കണ്ടപ്പോൾ ഒരു കുഞ്ഞു കടയാണെങ്കിലും ഉള്ളിൽ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗ്യാസിൻ്റെ ക്ഷാമമൊന്നും ഇവരേനെ വലിയ ബാധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പവും മുട്ടക്കറിയും കടലക്കറിയും പുട്ടും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ചൂടോടെ അപ്പം ഉണ്ടാക്കി എടുക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ അപ്പം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പവും മുട്ടക്കറിയും കടലക്കറിയും അങ്ങ് ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ അവിടുത്തെ ചേച്ചിയോടും ചേട്ടനോടൊക്കെ വർത്താനം പറഞ്ഞ് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. രാവിലെ 6 മണി മുതലേ അവിടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാ പലഹാരങ്ങളും കിട്ടും. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടി എടുത്തപ്പിക്കും നമ്മുടെ സൂര്യൻ ഇങ്ങനെ എത്തിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. സൺറൈസ് ആയാലും സൺസെറ്റ് ആയാലും ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ. കോതമംഗലൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി പോയപ്പിക്കും നമ്മുടെ ആ റോഡും ആ പരിസരമൊക്കെ മാറി മറിഞ്ഞു കേട്ടോ. മൊത്തം കൃഷികളും അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റും ഒക്കെ ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. പച്ചപ്പും ഹരിതാപയും ഒക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും നിർത്തി ഫോട്ടോ എടുത്ത് പതുക്കെയാണ് കേട്ടോ നമ്മുടെ യാത്ര. കുഞ്ഞുങ്ങൾ ഈ ട്രിപ്പിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിൽ പോവാം, എപ്പോൾ വേണമെങ്കിൽ നിർത്താം, എപ്പോൾ വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള യാത്രയാണ് കേട്ടോ ഇത്. സാധാരണ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റാറില്ല. അവരുടെ സൗണ്ടും അവരുടെ ഫൈറ്റും തീർത്ത് വരുമ്പിക്കും നമ്മുടെ പണിക്കുറ്റി തീരും കേട്ടോ. ചുരം കയറി തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ 2 സൈഡിലും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വെക്കേഷന് എന്തുമാത്രം വണ്ടികൾ വരേണ്ട സ്ഥലമാണ്. ഇപ്പോഴും അവിടെ മൊത്തം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വണ്ടികൾ കൂടുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പണികളാണോ എന്ന് തോന്നുന്നു. മൊത്തം വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പലയിടത്തും നല്ല അടിപൊളി റോഡുകളും ഉണ്ട് കേട്ടോ. നല്ല വീതി കൂടിയ റോഡുകളും ഉണ്ട്. നല്ല പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഉണ്ട്. മൂന്നാറൊക്കെ അടുക്കും തോറും നമ്മൾ ഈ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിട്ടോ. എപ്പോൾ മൂന്നാർ വരുമ്പോഴും എനിക്ക് ആദ്യമായിട്ട് മൂന്നാർ വന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവേ. ഞാനൊരു 8-ലോ 9-ലോ പഠിക്കുമ്പോഴാണ് ഞങ്ങളൊരു ബസ് നിറച്ച ആൾക്കാർ മൂന്നാർ കാണാൻ വന്നത്. അന്ന് ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും ഇതിലുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ഓരോ കാര്യങ്ങളും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇരവികുളം നാഷണൽ പാർക്കിൽ പോയതും വരയാടിനെ കണ്ടതും അവിടുന്ന് തിരിച്ചിറങ്ങാൻ നേരം ജീപ്പിൽ ഇറങ്ങിയതും എല്ലാം ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ. ഓരോ വട്ടം ഞാൻ മൂന്നാർ പോകുമ്പോഴും ഏട്ടൻ്റെ അടുത്ത് ഈ കഥകളൊക്കെ പറയും. അപ്പം എന്നോട് പറയും ഇത് 3-ാം വട്ടം ഓടിയതാ 4-ാം വട്ടം ഓടിയതാന്ന്. എന്നാലും ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ. അപ്പം കഥ പറഞ്ഞ് പാട്ട് പാടി പോവാന്നല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വണ്ടികളൊക്കെ നല്ല കുറവായിരുന്നു. അങ്ങനെ നമ്മൾ മൂന്നാർ സിറ്റിയുടെ അടുത്തെത്തിയിട്ടോ. മൂന്നാർ വന്ന സമയത്ത് ഇരവികുളം നാഷണൽ പാർക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുന്ന് ബസ്സിൽ ഇറക്കിയിട്ടോ. ഇവിടുന്ന് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചോ തിരിച്ച് ബസ്സിൽ വന്ന് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അന്നുണ്ടായ ഒരു വിശപ്പും അന്നത്തെ ആ ഫുഡിൻ്റെ രുചിയും ഇപ്പോഴും മറക്കാൻ പറ്റില്ല കേട്ടോ. വിശപ്പ് കൊണ്ടുള്ള രുചി എന്നൊക്കെ പറയുന്നത് അതായിരുന്നു. അത്രയും ടയേർഡായിട്ടാണ് അന്ന് ഫുഡ് കഴിച്ചത്. നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാർക്കല്ല കേട്ടോ. മൂന്നാർ വഴി വട്ടവടയിലേക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ വട്ടവടയിൽ വല്ലതും ഫുഡ് കിട്ടുമോ എന്നൊന്നും ഒരു പിടുത്തവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൂന്നാറിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് കാറിലിട്ടു കേട്ടോ. മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി വഴി തന്നെയാണ് നമ്മൾ വട്ടവട പോവുക. അപ്പം അതുകൊണ്ട് തന്നെ മാട്ടുപ്പെട്ടി ഡാമിലൊന്ന് കയറാതെ പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ച് അവിടെയും വണ്ടി നിർത്തിയിട്ടോ. ഒരു 9:30 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ തീരെ തിരക്കുണ്ടായിരുന്നില്ല. കടകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. തുറന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ആ ബോട്ടിങ്ങിൻ്റെ ചാർജൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പെഡൽ ബോട്ടിന് 400 രൂപയാണ് 2 അഡൽറ്റിനെയും 1 കിഡിനെയും കൂടിയിട്ട്. പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്കും പ്രൊഫഷണൽ ക്യാമറയ്ക്കൊക്കെ സെപ്പറേറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും ആകർഷിച്ചത് എനിക്ക് ഓൺലൈനായിട്ട് ഇതൊക്കെ ബുക്ക് ചെയ്ത് വരാം എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ക്യൂ നിൽക്കൊന്നും വേണ്ട, മുൻപേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെ അവർ ടൈമിങ് പറയും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എത്തിയാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ മാട്ടുപ്പെട്ടിയിലെ ക്ലാസിക് ബ്രിഡ്ജ് അങ്ങോട്ട് ക്രോസ് ചെയ്യാണ് കേട്ടോ. എപ്പോഴും തിരക്കുള്ള ഈ ബ്രിഡ്ജിൽ അന്ന് രാവിലെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ആളുകൾക്ക് നടക്കാനും വണ്ടി പോകാനും കൂടിയുള്ളൊരു ബ്രിഡ്ജാണിത്. സൈഡിൽ നടപ്പാതയായിട്ട് ഇത്തിരി സ്ഥലം കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇവിടുന്ന് നേരെ വിടുന്നത് നമ്മൾ വട്ടവടേക്കാണ് കേട്ടോ. ഈ വഴിയിൽ തന്നെയാണ് എക്കോ പോയിന്റ് ഉള്ളത്. പക്ഷെ നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല കേട്ടോ ഇപ്രാവശ്യം. ഏകദേശം ഒരു 11-11:30 കൂടിയിട്ട് വട്ടവട എത്തുമെന്നാണ് പറയണത്. കുറച്ചധികം ദൂരം നമുക്ക് പോകാനുണ്ട് കേട്ടോ. പോകുന്ന വഴി നല്ല രസമുള്ള വഴികളാണ് കേട്ടോ. നിറയെ യൂക്കാലിപ്സിൻ്റെ മരങ്ങളും പൈൻ മരങ്ങളും അതുപോലെ തന്നെ കുരങ്ങന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ.
കുറേ പേര് കുരങ്ങന്മാർക്ക് സ്ട്രോബെറിയും അതും ഇതൊക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട്. ഈ യൂക്കാലിപ്സ് മരങ്ങളുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ടാണ്ടല്ലോ നല്ല മണം വരും കേട്ടോ. പിന്നെ നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോണേ അവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ നമ്മുടെ പേരും വിലാസവും അതുപോലെ തന്നെ വണ്ടി നമ്പറും ഒക്കെ എഴുതി കൊടുക്കണേ. ഈ വഴിക്കൂടെ തന്നെയാണ് നമുക്ക് തിരിച്ചു വരാനുള്ളതും. അപ്പം അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരും. ഈ കാട് കഴിയുന്നവരെ വണ്ടികൾ നിർത്താനേ പാടില്ല, ഫോട്ടോ എടുക്കാൻ നിർത്താൻ പാടില്ല, അതുപോലെ തന്നെ കുപ്പി അങ്ങനത്തെ പ്ലാസ്റ്റിക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിച്ചെറിയാൻ പാടില്ല, ഹോണ് ആവശ്യമില്ലാതെ അടിക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. അതിനുശേഷം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഇതുപോലത്തെ പൈൻ മരങ്ങളോ യൂക്കാലിപ്സ് മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് കേട്ടോ നമ്മൾ ഈ വട്ടവടയ്ക്ക് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ നിറയെ ഫോറസ്റ്റിൻ്റെ വണ്ടികൾ പോകുന്നത് കാണാം കേട്ടോ. നമുക്ക് മാർച്ച് അവസാനം ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, പിള്ളേരുടെ പരീക്ഷ കഴിയാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല, വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടികളൊക്കെ വളരെ അപൂർവമായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് കുറച്ച് ഇതുപോലത്തെ ബൊലേറോ അങ്ങനത്തെ ജീപ്പ് അങ്ങനത്തെ വണ്ടികൾ മാത്രമായിരുന്നു. വട്ടവട എത്തുമ്പോൾ തന്നെ അവിടെയുള്ള ജീപ്പുകാർ മുഴുവൻ നമ്മുടെ പിന്നാലെ കൂടുട്ടോ. വണ്ടി പോവില്ല, ജീപ്പ് മാത്രമേ പോവൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം XUV പോലത്തെ എല്ലാ വണ്ടികളും ഈ ടെറയിൽ പോവും. ഡ്രൈവിംഗ് അത്യാവശ്യം അറിയും, അതിനോടുള്ളൊരു ഇഷ്ടം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടുത്തെ വില്ലേജിലൊരു കല്യാണം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു 1/4 മണിക്കൂറാണ് ഞങ്ങൾ അവിടെ സ്റ്റക്കായി പോയത്. ഒരു തരി പോലും അവർ നീങ്ങി തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അതും അങ്ങോട്ട് ആസ്വദിച്ചു. ആ കല്യാണവും അവരുടെ രീതികളും ചെക്കനെയും പെണ്ണിനെയും നടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ അങ്ങ് കണ്ടു നിന്നേ. അവിടെ ഒരു ഗൂഗിൾ മാപ്പിൽ ഒരു സ്ട്രോബെറി ഫാം കാണിച്ചിട്ടാണ് നമ്മൾ ആ വഴി അങ്ങ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ സ്ട്രോബെറി ഫാമും ഇല്ല, ഒരു ചുക്കും ഇല്ല കേട്ടോ. പിന്നെ വട്ടവടയിൽ സ്ട്രോബെറി ഫാം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും വലിയ സ്ട്രോബെറി ഫാം ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്ട്രോബെറി ഫാം എന്ന് പറയുന്നത് വളരെ ദൂരം പരന്നു കിടക്കുന്ന ഫാമായിരുന്നു. പക്ഷെ ഇവിടെയുള്ള ഓരോ ഫാമുകളും വളരെ ചെറുതാണ്. അത് തന്നെ പലരും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങളൊരു ഹെവൻ ഫാം കാണാൻ വേണ്ടി വന്നതാണ്, പക്ഷെ അവിടെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നു എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം പതുക്കെ നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചിറങ്ങി നമ്മൾ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടോ. ഇതാണ് ഇവരുടെ ബസ് സ്റ്റാൻഡ്. ഇവിടെ ബസ്സിനേക്കാൾ കൂടുതൽ ജീപ്പുകളാണ് കേട്ടോ. ബസ്സുകൾ 1-2 കിടക്കുന്നുണ്ടെന്നല്ലാതെ ഇവിടെ ഫുള്ള് നമുക്ക് ജീപ്പുകളാണ് കാണാൻ കഴിയുക. എഗെയിൻ നമ്മുടെ വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ LPGയുടെ ക്ഷാമം നന്നായി അറിയാണ്ടായിരുന്നു. പല കടകളും അടച്ചു കിടക്കുകയാണ്. പിന്നെ ഉണ്ടായിരുന്ന ഒരു മ്യൂസിയം റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ 1-2 കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ തമ്മിൽ ഭേദം തൊമ്മെന്നുള്ള രീതിയിൽ ഞങ്ങൾ മ്യൂസിയം റെസ്റ്റോറൻറ്റ് കയറി. കാണാനൊക്കെ നല്ല അടിപൊളിയാണ്, പുറത്തിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ തന്നെയാണ് ഇരുന്നത്. സമയം ഒരു 12 മണി ആയിട്ടുണ്ടെങ്കിലും അവിടെ ചോറും ബിരിയാണിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ പൊറോട്ട ഉണ്ടെന്ന് പറഞ്ഞു, പൊറോട്ടയും അപ്പം ഉണ്ടെന്ന് പറഞ്ഞു. പൊറോട്ട വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ചിക്കൻ കറി മറ്റേ തക്കാളിക്കറിയിൽ ചിക്കൻ ഇട്ടതായിരുന്നു. അപ്പമൊക്കെ നമുക്ക് ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ദയനീയമായ ലഞ്ചിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ഒരു കുഞ്ഞു കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പതുക്കെ റിസോർട്ടിലോട്ട് പോന്നു കേട്ടോ. റിസോർട്ട് കുറച്ച് ദൂരെയായിരുന്നു. വട്ടവടയിൽ നിന്ന് കുറച്ചധികം നമുക്ക് ഡ്രൈവ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്, ഡ്രീം വാലി റിസോർട്ടാണ് കേട്ടോ. ഇത് കൊട്ടക്കമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ സംഭവം എന്താന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്. അടിപൊളി റിസോർട്ടായിരുന്നു. ചെന്നെത്തിയപ്പോഴേക്കും അവിടെ ചെക്കിങ്ങിൻ്റെ സമയം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് അവിടെ ഇരുന്നു. പിന്നെ അവിടെയുള്ള ആ ഭംഗിയൊക്കെ കണ്ടു നിന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു, ആ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഉച്ചരിഞ്ഞ് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പ് വരും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറേ നേരം പോസ്റ്റായിട്ട് ഇരുന്ന് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ ചെക്കിങ് ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എടുത്തിരുന്നത് ഒരു വുഡൻ കോട്ടേജ് ആയിരുന്നു കേട്ടോ. എനിക്ക് പൊതുവെ വുഡൻ കോട്ടേജുകൾ ഇഷ്ടമല്ല. എനിക്ക് എന്തോ പോലെയാണ് അതിൻ്റെ ആ ഇരുട്ടും ആ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ. എനിക്ക് പൊതുവെ വൈറ്റ് റൂമുകളാണ് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. ഇതിനെന്തോ ഒരു ഡൾ ഫീലിംഗ് ആണ് എനിക്ക് തോന്നുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ തോന്നാറുണ്ടോ? ഈ വുഡൻ കോട്ടേജ് എടുക്കുമ്പോൾ ഒരു ഡൾ ഫീലാണ് ഫീൽ ചെയ്യുക. പിന്നെ ഇതിന് മാത്രമാണ് ബാൽക്കണി ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ബാൽക്കണി ഉണ്ടായിരുന്നത് വുഡൻ കോട്ടേജിനായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് സെലക്ട് ചെയ്തത്. അവിടുന്ന് പുറത്തേക്കുള്ള വ്യൂവും അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. അതിനുശേഷം അവിടുത്തെ ബാൽക്കണിയിൽ അങ്ങ് ഇരുന്നു കേട്ടോ. ഡ്രസ്സ് പോലും മാറാതെ കുറേ നേരം അങ്ങ് ഇരുന്നു. ഫുഡ് അങ്ങോട്ട് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ മെനു ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. സാധാരണ ഹോട്ടലിലെ മെനു കണ്ടു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അതൊക്കെ ഒന്ന് തലതിരിയാറുണ്ട്. എന്നാൽ പിന്നെ ഇത് വേറെ മാർഗ്ഗമൊന്നുമില്ല. വിശപ്പ് ഒരു രക്ഷയില്ല എന്ന് കണ്ടോട് കൂടിയിട്ട് പിന്നെ നമ്മൾ വിലയൊന്നും നോക്കിയില്ല. ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങ് ഓർഡർ ചെയ്തു. കഷ്ടകാലത്തിന് നമ്മൾ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസ് സേഷ്വാനായിരുന്നു കേട്ടോ. അതിനാണെങ്കിൽ ഒടുക്കത്തെ എരിവ്.
പിന്നെ ഒന്നും നോക്കാൻ പോയില്ല, കണ്ണും പൂട്ടി അങ്ങ് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് കഴിച്ചിട്ടു കേട്ടോ. പിന്നെ ആ റിസോർട്ടിൻ്റെ ഉള്ളിലത്തെ കുരങ്ങന്മാരെ നോക്കിയിരുന്നു കേട്ടോ. തലങ്ങും വിലങ്ങും ഓടി നടക്കുകയായിരുന്നു കുരങ്ങന്മാർ. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതാ ഇങ്ങനെ ചില്ലുവാതിലുകൾ ഉണ്ട് കേട്ടോ, നമ്മൾ കൊട്ടാരങ്ങളിലൊക്കെ കാണുന്ന പോലെ. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. പക്ഷെ എപ്പോഴാണ് കുരങ്ങൻ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അധികം നേരം ഞാനവിടെ പിടിച്ച് നിന്നില്ല. പിന്നെ ഒരു 4 മണിയായപ്പോൾ ഇതാ വീണ്ടും നമുക്ക് ചായ വേണം എന്നൊരു തോന്നൽ കേട്ടോ. അങ്ങനെ നമ്മളൊരു ചായയും സമൂസ ഒരു പ്ലേറ്റും ഓർഡർ ചെയ്തു. അപ്പോൾ ആ സമൂസയുടെ ഇതിൽ നമ്മൾ വിചാരിച്ചു 2 എണ്ണമാണ്, പക്ഷേ ഇത് കുട്ടി കുട്ടി സമൂസയായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ അവരുടെ അടുത്തുള്ള ഒരു വില്ലേജ് കാണാൻ പോവാണ് കേട്ടോ. ഈ വില്ലേജിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത വില്ലേജാണ്. അതായത് നമ്മുടെ ജോജുവും കുഞ്ചാക്കോ ബോബനൊക്കെ ഒളിച്ചിരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം ഷൂട്ട് ചെയ്ത ഏരിയ ആണ് ഇത്. ഈ വില്ലേജാണ് അവർ പറയുന്ന ആ കൊട്ടക്കമ്പൂർ എന്ന് പറഞ്ഞ വില്ലേജ്. വളരെ കുറച്ച് ഫാമിലി മാത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. വളരെ ചെറിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് കടകളുണ്ട്, പിന്നെ കുറച്ച് ജീപ്പുകളുണ്ട്, പിന്നെ ഈ റിസോർട്ടിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ കുറച്ച് വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വില്ലേജാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളം വരുന്നതൊക്കെ മലയുടെ മുകളിൽ നിന്നുള്ള ഒരു ഓട വഴിയൊക്കെയാണെന്നാണ് തോന്നുന്നത്. ആ തോട്ടിലൂടെയാണ് ആ വെള്ളം വരുന്നത്. അവിടെ ഇരുന്നിട്ടാണ് അവരത് കുളിക്കുന്നതും അതുപോലെ തന്നെ കഴുകുന്നതും ഒക്കെ. പിന്നെ എല്ലായിടത്തും ഇതാ ഇങ്ങനെ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്നിട്ടുള്ള മരങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി നിറയെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവർക്കൊന്നും ഒരു കാലത്തും LPG ഒരു വിഷയമേ അല്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ മൊത്തം അടുപ്പ് കത്തുന്നുണ്ട്. ആ വില്ലേജിൽ വരുന്ന ചേച്ചിമാരുടെ തലയിലൊക്കെ ഇതാ ഇതുപോലത്തെ വലിയ വലിയ വിറകിന്റെ കെട്ടുകളാണ് കേട്ടോ ഉള്ളത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ വെള്ളം വരുന്ന സംഭവം. ആ പൈപ്പിലൂടെയും വെള്ളം വരുന്നുണ്ട്, ഈ ഓടയിലൂടെയും വെള്ളം വരുന്നുണ്ട്. ഇത് ഉപയോഗിച്ചാണ് അവരുടെ കൃഷിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവർക്ക് വേണ്ടി തന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഒരു കൊച്ചമ്പലമാണ്, മലയോട് ചേർന്ന് കാടിനോട് ചേർന്നുള്ള ഒരു അമ്പലമാണ്. ഇരുട്ടാവുന്നതോടുകൂടി തന്നെ നമ്മൾ അവിടുന്ന് നമ്മുടെ റിസോർട്ടിലോട്ട് തിരിച്ചു. അവിടെയുള്ള ആൾക്കാരൊന്നും അങ്ങനെ അധികം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും നമ്മളെ എന്തോ പോലെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കൊട്ടക്കമ്പൂരിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തിട്ടോ. ലൈറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ റിസോർട്ടിന് വേറൊരു ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ക്യാമ്പ് ഫയറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേരുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ക്യാമ്പ് ഫയറിൽ പങ്കെടുക്കുക എന്നുള്ളത്. അവരില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്നാൽ പിന്നെ അതിന് പോകണ്ട, ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത് കഴിക്കാനിരുന്നു കേട്ടോ. ഫുഡൊക്കെ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ക്യാമ്പ് ഫയറിലോട്ട് ഒന്ന് പോകാമെന്ന്. അങ്ങനെ അവിടെ പോയപ്പോഴേക്കും അതൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലേ ഏരിയയിൽ പോയി ക്യാരംസൊക്കെ തട്ടിക്കളിച്ച് റൂമിലോട്ട് പോന്നേ. അപ്പോൾ ഈ യാത്രയുടെ അടുത്ത വ്ളോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ കണ്ടു നോക്കണേ.